ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഞാൻ ഇതിനകം തന്നെ ഒരു 4-5 ഓണത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നും ഓണത്തിൻ്റെ തന്നെയാണ്. നല്ല സൂപ്പർ ഒരു വെണ്ടയ്ക്ക പച്ചടി. മധുരമില്ലാത്ത പച്ചടികളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് വെണ്ടയ്ക്ക പച്ചടിയെ. നിങ്ങൾ ഓണം റെസിപ്പീസൊക്കെ കണ്ടിട്ട് തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും വിശ്വാസത്തിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് 1/2 കപ്പ് വെളിച്ചെണ്ണയാണ്. ഞാൻ വെണ്ടയ്ക്ക എടുത്തിരിക്കുന്നത് ഒരു 150-175 ഗ്രാമാണ്. അത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് അതിൻ്റെ ഈർപ്പമൊക്കെ മാറ്റിയിട്ട് അറ്റവും വാലുമൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസസായിട്ട് വട്ടത്തിലാണ് നുറുക്കിയിരിക്കുന്നത്. പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. ഇനിയാണെന്നുണ്ടെങ്കിലും ഓണത്തിൻ്റെ കുറച്ച് റെസിപ്പീസും കൂടിയുണ്ട്. എൻ്റെ ചാനലായാലും എൻ്റെ റെസിപ്പീസ് ആയാലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. എനിക്ക് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഓരോ റെസിപ്പികളും തയ്യാറാക്കുന്നത് സദ്യക്കായാലും അല്ലാതെ ആയാലും തയ്യാറാക്കുന്നത് ഓരോ ദേശത്തിനും അതിൻ്റേതായിട്ടുള്ള രീതിയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് പേര് ചെയ്യുന്ന പോലെ ആയിരിക്കുകയില്ല വേറൊരു കൂട്ടർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ എല്ലാ നാട്ടിലും ഉണ്ടാവും. എൻ്റെ പല സ്ഥലത്തുള്ള ഫ്രണ്ട്സ് എനിക്ക് ഏറ്റവും നല്ല റെസിപ്പികളൊക്കെ പറഞ്ഞു തരാറുണ്ട്. പക്ഷേ അത് പലതും ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഞാൻ എപ്പോഴും വീട്ടിൽ തയ്യാറാക്കുന്നത്. അത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഈ ചെയ്യുന്നതിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസമാണെന്ന് എന്നോടൊന്ന് പറയണേ. എനിക്ക് കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനും പറ്റുമല്ലോ. അപ്പം ഇപ്പോൾ ദേ നമ്മളുടെ വെണ്ടയ്ക്കയെല്ലാം ഒരേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടിട്ടാണ് ഞാനിത് മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തത്. ഇനിയിപ്പം കുറച്ച് കൂടുതൽ എണ്ണയുണ്ടല്ലോ, 1/2 കപ്പല്ലേ നമ്മൾ ഒഴിച്ചത്, അതിന് 3/4 അങ്ങ് മാറ്റിയിട്ട് ഞാൻ 1 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പില ഇച്ചിരി വലുതായതുകൊണ്ട് തന്നെ ഒന്ന് മുറിച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിനകത്തൊന്ന് കുറച്ചെടുത്തങ്ങ് മാറ്റുവാണേ, ഒരു പകുതി. പിന്നെ നമ്മൾ നല്ല മഷി പോലെ അരച്ചെടുക്കാനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചെറുകിയതും 1/3 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് താളിച്ച ഒരു ചട്ടിയുടെ ചെറിയ ചൂടിൽ ഈ അരപ്പിട്ടിട്ട് ആ അരപ്പിൻ്റെ പച്ചച്ചവ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണേ. നിങ്ങൾ ഫ്ലെയിം ഓൺ ആക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടേ അതിൻ്റെ പച്ചച്ചവ മാറ്റാവുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് നന്നായിട്ട് കട്ടയുടച്ച് ഒരു 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ വെണ്ടയ്ക്ക പച്ചടി റെഡി. ഞാൻ പറഞ്ഞ പോലെ ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ. ചില നാട്ടിലോട്ടൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അരപ്പൊന്നും ഇങ്ങനെ ഫ്ലെയിം ഓൺ ആക്കത്തേ ഇല്ല, ആ പച്ചയായിട്ട് തന്നെ അതിനകത്തോട്ട് തൈര് ചേർത്ത് ഇളക്കി അങ്ങ് എടുക്കുകയുള്ളൂ എന്ന്. എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ സ്വാദാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. ഞാൻ പല രീതിയിലും ട്രൈ ചെയ്യുന്നതാണ്. പിന്നെ താളിച്ചത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ എന്തിനാണെന്ന് മനസ്സിലായില്ലേ. വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് സ്വാദ് മാത്രം പോരല്ലോ, കുറച്ച് ഭംഗി ഇച്ചിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതോ ഫിലിമിൽ കണ്ട ഒരു ഡയലോഗാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് മേക്കപ്പ് വലിച്ചു വാരി ചേർത്തിട്ട് മേക്കപ്പ് കൂടിപ്പോയോ ചേട്ടാ എന്ന് ചോദിക്കുന്നത് പോലെ. അതുപോലെ ഞാനും ചോദിക്കുക, അലങ്കാരം കൂടിപ്പോയില്ലല്ലോ അല്ലേ. എന്നാന്ന് പറഞ്ഞാലും നല്ല സൂപ്പർ പച്ചടിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്